ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ സിനിമ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ അതാണ് സിനിമ. സോ ചത്താപ്പച്ച. അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന, അദ്വൈത് നായർ സംവിധാനം ചെയ്ത അദ്വൈത് നായരുടെ കഥ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിയാണ് അതിൻ്റെ കഥയും, പുള്ളിയാണ് എൻ്റെ ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. നമ്മളെ പണ്ടത്തെ എനിക്ക് തോന്നുന്നൊരു 90s കിഡ്സിന് ഇപ്പോഴും ഉണ്ട് സംഭവം, WWE ഇപ്പോഴും ഉണ്ട്. പക്ഷേ 90s കിഡ്സ് 10 സ്പോർട്സ് എന്ന് പറയുന്ന ചാനലിലായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. WWE എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് പണ്ട്. ഇപ്പോൾ റാൻഡി ഓർട്ടൺ, ട്രിപ്പിൾ എച്ച്, ബിഗ് ഷോ, പിന്നെ റേ മിസ്റ്റീരിയോ, ജോൺ സീന, റോക്ക്. അന്നതൊരു ഞാനൊക്കെ ഒരു 5ലോ 6ലോ പഠിക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ 4, 3ലും ഞാൻ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ് അണ്ടർടേക്കറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതൊക്കെ സോ അതെല്ലാം ഒരു നൊസ്റ്റാൾജിയ, അല്ലെങ്കിൽ അന്ന് നമ്മൾ കണ്ടിട്ട് പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഞാൻ എവിടേക്കോ അത് മറന്നു. ഈ സിനിമ കണ്ടപ്പോൾ അതൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഓർമ്മ വന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊരു സീനുണ്ട്, ഒരു ബെഡൊക്കെ അടിച്ചുടയ്ക്കുന്നൊരു സീൻ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ആ ചോക്ക് സ്ലാം ആണെങ്കിലും ആ സാധനമൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ആക്ച്വലി ചത്താപ്പച്ച. എനിക്കൊന്നും എൻ്റെ ഡയറക്ടർ ഭയങ്കര ഒരു WWE ഫാനാണ്. പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും ആ ഒരു പാറ്റേണും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചത്താപ്പച്ച ഒരു വൈബ്, ആ സ്റ്റാർട്ട് തൊട്ട് ആ സിനിമയുടെ അവസാനത്തെ ഒരു 10 മിനിറ്റിന് മുമ്പ് വരെ ആ വൈബ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് 10 മിനിറ്റ് ഞാൻ പറയാം. ഇതിനകത്ത് രണ്ടാമത് പറയേണ്ട ഫൈറ്റ്, പൂളി ഫൈറ്റാണ് എല്ലാം. എന്താ പറയുന്നത്, ഇതിനകത്ത് ഇപ്പം ആക്ച്വലി ഇതൊരു WWE പരിപാടിയാണ്. അപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു ഫൈറ്റും പരിപാടിയുണ്ട്. ആ ഫൈറ്റാണെങ്കിലും, അല്ലെങ്കിൽ റോഷൻ മാത്യുവിൻ്റെ ഫൈറ്റാണെങ്കിലും, അത് കഴിഞ്ഞിട്ട് അർജുൻ അശോകനും റോഷൻ മാത്യുവും കൂടി ഉള്ളൊരു ഫൈറ്റുണ്ട്. സോ അതാണെങ്കിലും അത് ആക്ച്വലി ഒരു ക്ലൈമാക്സിനോട്ടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫൈറ്റുണ്ട്. സോ അതൊക്കെ ആക്ച്വലി ഒരു വൈബ് തരുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി പുള്ളി ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 20 മിനിറ്റ് സംതിങ് ഉണ്ട് പടം. 2 മണിക്കൂർ 10 മിനിറ്റും എനിക്ക് ആ വൈബ് തന്നു. എനിക്ക് പിന്നെ എടുത്തു പറയേണ്ട, അതിൽ റോസമ്മ എന്ന് പറയുന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. റോസമ്മ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞും കിടലുമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട്. പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും, പുള്ളിക്കാരിയുടെ മാനറിസംസ് ആണെങ്കിലും, പുള്ളിക്കാരി ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, തെസ്നി ഖാൻ, ആ പുള്ളിക്കാരി ചെയ്ത ക്യാരക്ടറാണെങ്കിൽ ഭയങ്കര സ്വീറ്റാണ്. സായ് കുമാർ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, അത് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സായ് കുമാറിന് വലിയൊരു റോളില്ല, പക്ഷേ പുള്ളിക്കൊരു നല്ലൊരു പവർഫുൾ റോളാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ പ്രോബ്ലംസൊക്കെ വെച്ചിട്ടും പുള്ളി കിഡിലായിട്ട് ആ റോള് ഡെലിവർ ചെയ്തിട്ടുണ്ട്. വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ത്രൂ, ഡയലോഗ്സ് ഒന്നുമില്ല. പിന്നെ അർജുൻ അശോകൻ, റോഷൻ മാത്യു. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് വിശാഖ് നായരാണ്. ഒരു പോയിന്റിലൊക്കെ അർജുൻ അശോകൻ, റോഷൻ മാത്യുവിനേക്ക് മുകളിൽ ഡെലിവർ ചെയ്യാൻ വിശാഖ് നായറിനകത്ത് പറ്റിയിട്ടുണ്ട്. ഒരു സൈക്കോ ഫൺ പരിപാടിയാണ് പുള്ളിനകത്ത് പിടിച്ചിരിക്കുന്നത്. അത് നല്ല രസമായിട്ട് പുള്ളി നമുക്ക് തന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞ ഒരു WWE വൈബ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഒരു പടം, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്നൊരു പടമാണ്. കാരണം അതിൻ്റെ സൗണ്ടും അല്ലെങ്കിൽ ആ ഒരു ഇടിപ്പരിപാടിയും ആ ഫ്രെയിംസൊക്കെ ഒരു തിയേറ്റർ വാച്ച് ഡിസേർവ് ചെയ്യുന്ന സാധനമാണ്. സോ നിങ്ങൾക്ക് അതേപോലത്തെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട്. അത് ഞാനിപ്പം അടുത്തിടെ ഞാൻ വായിച്ചു, അത് എന്താ പറയുന്നത്, ആ ക്യാമിയോ ചെയ്ത ആൾക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എന്തോ ചെയ്തതാണെന്നെന്തോ ഞാൻ എന്താ പറയുന്നത് വായിച്ചു. പക്ഷേ ആ ക്യാമിയോ വളരെ ഫോഴ്സ്ഡായിട്ടും അതേപോലെ ആ ക്യാമിയോക്ക് കിട്ടേണ്ട ഒരു പഞ്ച്, അല്ലെങ്കിൽ നമ്മളാ ക്യാരക്ടർ ഇപ്പം തുടക്കം തൊട്ട് ഈ വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലൈമാക്സിലോട്ട് ഈ ക്യാമിയോ വരുമ്പോഴത്തേക്ക് ആ ഒരു പഞ്ച് കിട്ടിയില്ല. ആക്ച്വലി അത് ആരുടെയും കുറ്റമല്ല, ആ ഒരു പഞ്ച് കിട്ടിയില്ല. പിന്നെ ആ കോസ്റ്റ്യൂം ആണെങ്കിലും ഡയലോഗ് ഡെലിവറി, ആ ക്യാമിയോ ചെയ്തിരിക്കുന്ന നടനെ നമ്മളതൊന്നും, പുള്ളി ഓൾറെഡി പ്രൂവൺ ആക്ടറാണ്. സോ പുള്ളിയെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം അതൊരു പഞ്ചുള്ളൊരു ഡയലോഗായിരുന്നു പുള്ളിയുടെ, ആ ക്യാമിയോ ചെയ്ത ആളുടെ. പക്ഷേ ആ പഞ്ചിന് പകരം ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ഹൗസ്ഫുള്ളായ തിയേറ്ററിലിരുന്നാണ് കണ്ടത്. കുറേ പേര് ആക്ച്വലി ചിരിക്കുകയായിരുന്നു. എനിക്കും ചിരിയല്ല, ബട്ട് എന്താ എന്ന് മനസ്സിലാവാത്തൊരു അവസ്ഥ. ഇനി ഞാൻ കാണുന്ന തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഞാൻ ആക്ച്വലി ചിന്തിച്ചു പോയി. അപ്പം ക്യാമിയോ വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ആ ഫൈറ്റ് അർജുൻ അശോകനും റോഷൻ മാത്യുവും കൂടി ഉള്ളൊരു ഫൈറ്റ് പരിപാടിയാണ്. അത് ഭയങ്കര നല്ലൊരു വൈബിൽ അങ്ങോട്ട് നിന്നപ്പോഴാണ് ഈ ക്യാമിയോ വരുന്നത്. അപ്പം അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് സിദ്ദിഖേട്ടനുണ്ട്. സിദ്ദിഖേട്ടനൊരു ശിവൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. സോ അതും വലിയ കുഴപ്പമില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞ ഒരു WWE പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്ന അതേപോലത്തെ പടങ്ങൾ, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ഫൺ വൈബ് കിട്ടുന്ന ഒരു പടമാണ്. അങ്ങനത്തെ ഒരു പടം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക, സിനിമ പോയി കാണുക. വെൽ വർത്ത് ആയിരിക്കും. കാരണം എന്താ പറയുന്നത്, ഇതിൻ്റെ ഫ്രെയിംസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി പരിപാടി ആണെങ്കിലും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന മുജീബ് മജീബ് എന്ന് പറയുന്ന പുള്ളിയാണ്. സോ അതും എനിക്ക് തോന്നുന്നു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പടമാണ്. എക്സെപ്റ്റ് ഫോർ ദ ക്യാമിയോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എക്സെപ്റ്റ് ഫോർ ദ ക്യാമിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കി ദ മൂവി വാസ് ഫയർ ലിറ്റ്. സോ ഇതിലുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. ഇതേപോലത്തുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതിൻ്റെ കൂടെ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.